ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് സീരിയസ് സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മലയാള സിനിമയെ തന്നെ ചേഞ്ച് ചെയ്ത വലിയൊരു സംഭവം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും സിനിമാ ലോകം തന്നെ കണ്ടിട്ടില്ലാത്ത വിഷയം. സിനിമാ ലോകം ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതൊരു ഭയങ്കര ചർച്ചാ വിഷയം. ഇന്നും ചർച്ചാ വിഷയം. ഏതാണ്ട് 8 വർഷത്തിന് ശേഷം വിധിയും വരാൻ പോകുന്നു. 2017 എന്ന് പറയുമ്പോഴ് ഇത്തിരി 8 വർഷമായി എങ്കിലും നമുക്ക് ആ ഒരു ഈ വിധി എന്താണ്, ഇത് എന്താണ്, എങ്ങനെ ആവും എന്നുള്ളൊരു ഇതുണ്ട്. കാരണം 2017 നമ്മുടെ വാർത്തയും ചർച്ചയും ഫുള്ള് പത്രവും എല്ലാം, പിന്നെ തമ്മിൽ സംസാരിക്കുന്നതും വീട്ടുകാർ സംസാരിക്കുന്നതും എല്ലാം ഇത് തന്നെയാണ്, ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് അത് വിധി വരാൻ പോവുകയാണ്. അത് എന്നും എനിക്ക് തോന്നുന്നു ഈ 8 വർഷവും അത് റെലവെന്റ് ആയിട്ട് നിന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ന്യൂസുകൾ വരും. അതങ്ങനെ എപ്പോഴും ചർച്ചയായിട്ട് നിന്നിരുന്ന ഒരു സംഭവമാണ്. അതെ, ഇത് സാധാരണ ഒരു ഇങ്ങനത്തെ ഒരു കേസുകളൊന്നും ഇപ്പൊ സാധാരണ ഒരു കേസായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആൾക്കാർ ഇപ്പൊ പോലും കുറഞ്ഞു വന്നു. പിന്നെ വിധി വരുന്ന സമയത്ത് മാത്രമേ പിന്നീട് ഒരു ഭൂമി ഇതുണ്ടാവത്തുള്ളൂ. ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാര്യം ന്യൂസുകാരന്മാരും ഇപ്പം നമ്മുടെ അല്ലാതെ ആൾക്കാരായാലും എല്ലാരും ഇതിൽ തന്നെ ഒരു ഫോക്കസ് ചെയ്ത് മാറി. ന്യൂസ് ആണെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ ന്യൂസിന്റെ ഇത്. സാധാരണ സിനിമക്കാരെയൊന്നും അങ്ങനെ അധികം അങ്ങനെ കീറി മുറിച്ച് രാഷ്ട്രീയക്കാരെ പോലെ അങ്ങനെ അടച്ചങ്ങ് ഇത് വിമർശിക്കൂല ഈ മീഡിയക്കാര്. പക്ഷെ ഇത് അങ്ങനെയൊക്കെ ഉണ്ടായ സാധനങ്ങളും അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഫെബ്രുവരിയിൽ നടന്ന നടിയെ ആക്രമിച്ച കേസിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വിധി വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. അതെ, കാരണം വിധി വന്നതിന് ശേഷം നമ്മൾ ഇനി കിടന്ന് കീറി മുറിച്ചും വിമർശിച്ച് വിധി വരുമ്പോ എന്തായാലും ഇതിന്റെ നരേറ്റീവേ മാറും. അത് എങ്ങനെയാണ് മാറണേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും നരേറ്റീവ് വലുതായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വിധി വരുമ്പോഴ് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് ഈ പോഡ്കാസ്റ്റ് എടുക്കാനും എങ്ങനത്തെ ഇതിൽ പോകുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതിന് മുമ്പ് ഒരു എടുക്കണയിലാണ് ആ ഒരു സാധനം, അത് പറയേണ്ടതാണ്. 2017 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു 24 വയസ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സംഭവം പിന്നീട് ദിലീപാണ് ഈ കേസിൽ ഇങ്ങനെ പൊങ്ങി വന്ന പേര്. അപ്പൊ ആ സമയത്ത് നമുക്കുണ്ടായ ഷോക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഈ ഒരു സംഭവം നടന്ന ആ ഒരു ഇത്, പിന്നെ അതിൻ്റെ ദിലീപ് വന്നതിന്റെ ഒരു ഷോക്ക് ഉണ്ടല്ലോ. കാരണം നമ്മുടെ ഒരു 25, നമ്മുടെ ഒരു 1992, 93 ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ, ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മളെ പ്രൈം ടൈമിൽ നമ്മൾ സിനിമ കണ്ട, കൊച്ചിലെ സിനിമ കണ്ടത് മോഹൻലാലും മമ്മൂട്ടിയുടെ സിനിമകളല്ല കണ്ടത്. ദിലീപിന്റെ സിനിമകളായിരുന്നു അന്ന് ഹിറ്റ്. ഫുൾ ഹിറ്റ് പടം എന്ന് പറയുന്നത് ദിലീപിന്റെ പടങ്ങളായിരുന്നു. അത് നമുക്ക് ബോധം വെച്ച സമയത്ത് നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്ന സിനിമ എന്ന് വെച്ചാൽ ദിലീപിന്റെ സിനിമയാണെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ കാണാൻ ഒരു ഇഷ്ടവും റിപ്പീറ്റ് വാല്യൂ നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ, മറ്റേ ഇപ്പോഴത്തെ പോലെ ഒരു മൂവി ഈ കുറച്ച് ആൾക്കാർ മാത്രമായിട്ടല്ല, ഫാമിലി ആയിട്ട് പോകുന്നതെല്ലാം ദിലീപിന്റെ പടങ്ങളാണ്. മൂവി എന്തൂസിയാസം ഒന്നും പറഞ്ഞുകൊണ്ട് പോകണമെന്ന് എൻജോയ് ചെയ്യുക. അപ്പൊ അതിനുള്ളൊരു ഉപാധിയായിരുന്നു ദിലീപിന്റെ സിനിമകളായിരുന്നു ഈ ഫാമിലി കൂടുതൽ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമില് ദിലീപ് നമ്മൾ ആ സിനിമ കൊച്ചിലെ സിനിമയുടെ ടൈമിൽ പ്രൈം, ബാക്കി ആർക്കും എന്ന് വെച്ചാൽ ഡൗൺ ആയിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയൊക്കെ ഡൗൺ. സുരേഷ് ഗോപിയൊക്കെ എനിക്കൊന്നാണ് ആ ടൈമിൽ ഇല്ലായിരുന്നു. പുള്ളിയൊക്കെ എനിക്ക് അതിന് മുന്നേ ആയിരുന്നു ഈ കമ്മീഷണർ, പുള്ളിയുടെ മറ്റേ ഒരു അങ്ങനത്തെ പടങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതൊക്കെ. ദിലീപിന്റെ സുരേഷ് ഗോപിന്റെ സാധനങ്ങൾ നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഈ ഫണ്ണ്, എന്റർടൈൻമെന്റ്, ഇവരുടെ കോമഡികൾ, പിന്നെ അതേപോലെ ദിലീപ് ഇവരുടെ ഒരു ടീം, അതൊരു സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചി ഹനീവ, ഇന്ദ്രൻസ്, അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. സുകുമാരി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ആ ഒരു കോംബോ ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള മറ്റേ കോമഡിയും കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും വരുന്ന സാധനങ്ങളാണ്. ആ ഒരു സാധനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന്റെ സിനിമ ആ ടൈമില് ഒരു പൂജ എടുപ്പോ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ എല്ലാരും പ്രിഫർ ചെയ്യണത് ദിലീപിന്റെ സിനിമ കാണാനാണ്. അപ്പൊ അങ്ങനെ ഒരു ഹൈറ്റിൽ നിന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ജനപ്രിയ നായകൻ എന്നുള്ള ടാഗ് ലൈനൊക്കെ കിട്ടി.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ 2017 എനിക്ക് രാവിലെ കണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം രാവിലെ അതിരാവിലെയാണ് കണ്ടാണ് ഈ സംഭവം വന്നത്. അപ്പോൾ ഇങ്ങനെ TV വിട്ട് നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം പിന്നെ മറ്റേ ഇവരെല്ലാരും വന്ന് അനുശോചനം പോലെ ഇങ്ങനെ ഇത് അസോസിയേഷൻ എല്ലാരും വന്നിട്ട് ഇതിന് നല്ല അന്വേഷിക്കണം കാര്യങ്ങള്. അന്ന് ദിലീപ് അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. സ്റ്റേജ് പ്രസൻസിലുണ്ടായിരുന്നു. പിന്നെ ആ സംഭവം എന്ന് പറഞ്ഞത് പിന്നീട് ഇങ്ങനെ ഒരു സംഭവം വരുന്നു. ഈ പുള്ളിയാണ് ഈ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. പിന്നെ റൂമർ രീതിയിൽ പറയുന്നു. അപ്പോഴ് അവര് എന്ന് വെച്ചാൽ മീഡിയയുടെ ഇതുകൊണ്ട് വെറുതെ അടിച്ചിറക്കണം എന്നാണ് മഞ്ഞപ്പത്രങ്ങൾ എഴുതിയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളും വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനെ റൂമർ പോലെ ആയിട്ട് അങ്ങ് പോവും, അങ്ങനത്തെ രീതിയിലായിരുന്നു. അതിന് ശേഷം പിന്നെ ചോദ്യം ചെയ്യലായി അല്ലേ, പിന്നെ സീരിയസ് ആയി സാധനം സീരിയസ് ആയി. മറ്റേ ഇങ്ങനെ കൊണ്ടുപോണ സീനൊക്കെ ഉണ്ട്. എന്നിട്ട് മറ്റേ ഒരു തിരിഞ്ഞ് അത് അറസ്റ്റ് ചെയ്തതിന് ശേഷം അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. മറ്റേ ഇവര് ചോദ്യം ചെയ്ത് 13 മണിക്കൂർ എന്തോ ചോദ്യം ചെയ്തു. നാദിർഷയെയും ദിലീപിനെയും ഒത്തിരുത്തി ചോദ്യം ചെയ്ത് അങ്ങനെ ഒരുപാട് ഡ്രാമകൾ ഉണ്ടായി. അതിനുശേഷം അമ്മയുടെ യോഗത്തിൽ ലാലേട്ടൻ മറ്റേ ഇവര് സത്യത്തിൽ മറ്റേ അനുശോചനം കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരു ഈ റൂമറും കാര്യങ്ങളും ഈ ചോദ്യം ചെയ്യലും ആയപ്പോഴും മൊത്തത്തില് ഡിഫൻസിലായി പോയി. ഡിഫൻസിലായി മറ്റേ എവരെല്ലാരും മറ്റേ മിണ്ടാതിരിക്കും, സംസാരിക്കാതിരിക്കും. മുകേഷൊക്കെ കത്ത് ചെയ്യുന്നു. അതൊക്കെ ഇപ്പോഴും സത്യം പറഞ്ഞ 8 വർഷമായാലും ഇപ്പോഴും നല്ല ഓർമ്മയാണ്, നല്ല മെമ്മറിയിലുണ്ട്. ഇതല്ലെങ്കിൽ ദിലീപ് ഇവിടെ ഇരിക്കൂ. അതെ, അങ്ങനെയാണ്. അത് ഗണേഷ് ഉണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു, ഗണേശും മുകേഷും ദേവനും ഉണ്ടായിരുന്നു തോന്നുന്നു. അതില് ലാലേട്ടൻ ഇങ്ങനെ ലാലേട്ട എന്തോ പടം വരച്ചോണ്ടിരിക്കുന്നു, ചാടിയിൽ കൈ വെച്ച് ഇങ്ങനെ വെറുതെ ഒന്നും മിണ്ടാട്ടമേ ഇല്ല. പിന്നെ അതിനുശേഷം എനിക്ക് ഓർമ്മ ഉണ്ട്, അതിനുശേഷം ഒരു സെൽഫി ഒക്കെ ഇവരിട്ട് ഓർമ്മ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരു സെൽഫി, നമ്മളിതിൽ ഇല്ലേന്ന് പറഞ്ഞുള്ള രീതിയില് ഒരു സെൽഫി, അങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല ഓർമ്മ ഉണ്ട്. അന്ന് ദിലീപ് എന്ന് വെച്ചാൽ കത്തി നിൽക്കുന്ന എന്ന് വെച്ചാൽ സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ടൈമായിരുന്നു. ഇവര് രണ്ടുപേരെ കാട്ടി ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ അതിന് മുന്നേ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഈ മറ്റേ ഈ തിയേറ്റേഴ്സ് ഉടമയുടെ പ്രശ്നത്തിലൊക്കെ ഈ പുള്ളി വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് അത് പൊളിച്ചു കൊടുത്തു, കേസ് പൊളിച്ചു കൊടുത്തു. അന്നേ ടിവിയിലൊക്കെ ഇങ്ങനെ കാണിക്കും. അന്ന് ഒരുപാട് ടൈമില് തിയേറ്റർ അടച്ചിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ടൈം മൊത്തത്തിൽ പുള്ളി വന്ന് ഇതാക്കി. പിന്നെ 2020 സിനിമ എടുത്ത് അങ്ങനെ പുള്ളിക്കൊരു ടിവിയിൽ തന്നെ ഭയങ്കര ഒരു ഇമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ അസോസിയേഷനിലും ഭയങ്കര എല്ലാ അസോസിയേഷനിലും ഉണ്ടെന്ന്, പ്രൊഡ്യൂസേഴ്സിന്റെ ഉണ്ട്, പിന്നെ തിയേറ്ററിന്റെ അസാനത്തിയുണ്ട്, അമ്മയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. സിനിമയുടെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. മൊത്തത്തിൽ ഒരു മോണോപ്പൊളി പോലെ ആയിരുന്നു. തിയേറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാ അസോസിയേഷനിലും ഉള്ളതുകൊണ്ടേ വേണമെങ്കിൽ എന്തെങ്കിലും ഒതുക്കാനും ആൾക്കാരെ ഒതുക്കാൻ ഈസി ആയിട്ട് പറ്റും. കുറെ അതിന് മുന്നേ കുറെ സാധനങ്ങളിലൊക്കെ ഒതുക്കൽ ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പം ഗോസിപ്പ് ആയിരിക്കും, പക്ഷെ എന്നാലും കേട്ടിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ തിലകന്റെ ഇഷ്യൂല് പുള്ളീനെ എന്തോ വിഷോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, തിലകൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേരെ ബാൻ ചെയ്തപ്പോ, തിലകനെ ബാൻ ചെയ്തതിന്റെ സംഭവത്തിലൊക്കെ. പിന്നെ ഈ പുള്ളിയുടെ ഹോൾഡ് അത് എപ്പോഴും നമുക്കിങ്ങനെ ഈ ഇപ്പം ഇന്നസെന്റ് ഒക്കെയാണ് ഈ അമ്മയുടെ അസോസിയേഷൻ പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പുള്ളിയുടെ ഹോൾഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇൻവിസിബിൾ അല്ല. ദിലീപിന്റെ പവർ എന്ന് പറയുന്നത് ഇൻവിസിബിൾ അല്ല, വിസിബിൾ തന്നെയാണ്. പവർഫുൾ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓറ വലിയ ഇത് ബിസിനസ്സും കെട്ടിപ്പൊക്കി. അത് അങ്ങനെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അങ്ങനെ കെട്ടിപ്പൊക്കി. സ്റ്റേജ് പരിപാടി എന്നൊക്കെ തുടങ്ങിയതാണ്, അവിടെ തുടങ്ങി. പിന്നെ താഴെ നിന്നാണ് തുടങ്ങിയത്. ഒരു ഭയങ്കര ഒരു നടന്റെ ഒരു ആകാരം ഇതൊന്നും ഇല്ല, അങ്ങനെ ഒരു ഭയങ്കര മാസ് നടൻ എന്നുള്ള ഒരു സംഭവം ഒന്നുമില്ല. പക്ഷെ അത് നമുക്ക് അങ്ങനെ ആക്കിയെടുത്തു. ഒരു നെക്സ്റ്റ് ഡോർ ആയിട്ടുള്ള ഒരു ആളിന്റെ ഒരു സ്നേഹം തോന്നും ആദ്യത്തെ സിനിമകളിലും അങ്ങനെയൊക്കെ. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ബേസിൽ ജോസഫ് ഒക്കെ അഭിനയിക്കണ
ബേസിൽ ജോസഫിന് ഇപ്പൊ കണ്ടാലും നമ്മൾ മറ്റേ ക്യൂട്ട് മോന്യൂസ് അങ്ങനത്തെ രീതിയിലും ബേസിൽ ജോസഫും മീശയും പിരിച്ചോണ്ട് വന്ന് റൺവേ പോലത്തെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് അത്ര ഒരു impact തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല. കിട്ടൂല. ആക്ടറാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ആക്ടർ ഒരുപാട് കാര്യങ്ങൾ ദിലീപ് എന്ന് വെച്ചാൽ ദിലീപിന് മാത്രം പറ്റണ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം കോമഡി മാത്രം ഇവരെ പോലെ അങ്ങനെ ഒരു ഇതല്ല. ചാന്ത് പൊട്ട്, കുഞ്ഞിക്കൂനൻ, അങ്ങനത്തെ തിളക്കം എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ബോറായി പോകും. അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോഴങ്ങനെ ഒരു ഇതും ഉണ്ട്. ഈ കഴിവും പിന്നെ ഇതും ഇഷ്ടവും ബിസിനസ്സും എല്ലാം കൂടെ കൊണ്ട് ഒരു വലിയൊരു സംഭവമായിരുന്നു പുള്ളി. ആ സമയത്താണ് ഈ ഒരു കേസ്. ആ ഒരു സമയത്ത് ഈ ഒരു കേസും വന്ന് പിന്നീട് അങ്ങോട്ട് നമുക്ക് അങ്ങേരെ കാണുന്ന ഒരു കാഴ്ചപ്പാടേ മൊത്തത്തിൽ മാറി. പിന്നെ പഴയ സിനിമകൾ കാണുമ്പോഴും നമുക്ക് പലപ്പോഴും തോന്നും ഈ കോമഡികളൊക്കെ ഇത് എന്തൊരു കോമഡി എന്നുള്ള കുറച്ച് അങ്ങനത്തെ കോമഡി എൻജോയ് ചെയ്യാൻ പറ്റണ ആ ഒരു സാധനമൊക്കെ പോയി. എനിക്ക് തോന്നുന്നു അതിനുശേഷം പുള്ളിയുടെ സിനിമകൾ ഇറങ്ങി. അതെ, ശോകമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കേസിന്റെ സമയത്ത് രാമലീല മാത്രമേ കുറച്ചൊന്ന് ഹിറ്റായിട്ടുള്ളൂ, അത്യാവശ്യം ഹിറ്റായിട്ടുള്ളൂ. പിന്നെ മറ്റേ വേറെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒരു അപ്പൂപ്പനായിട്ട്, അതില്ല കേശുവല്ല, കമാര സംഭവം. അതും കുഴപ്പമില്ലാത്തൊരു പടമാണ്. ഈ അടുത്തിറങ്ങിയ എല്ലാം ശോകമാണ്. അത് പഴയ ടെംപ്ലേറ്റിൽ തന്നെ പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷം മലയാള സിനിമയെ മാറി. അതെ, മലയാള സിനിമയുടെ കോമഡിയുടെ കോണ്ടെക്സ്റ്റ് മാറി. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ആ ഒരു ഇതേ മാറി എന്ന് പറഞ്ഞാൽ. ഇപ്പം അന്ന് ആ സമയത്താണ് WCC ഒക്കെ ഫോം ചെയ്തത്. അതിനുശേഷം പിന്നെ ഇവരുടെ മറ്റേ ഹേമ കമ്മീഷന്റെ ആ ഒരു സംഭവം. ഹേമ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഇങ്ങനൊരു കമ്മീഷൻ ഒരു സിനിമ ഇൻഡസ്ട്രിയെ പറ്റി, അതിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ എടുക്കുക. വേറെ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അത് ഒൺലി ബിക്കോസ് ഓഫ് ദിസ് ഇൻസിഡന്റ്. ഈ കമ്മീഷൻ വന്നതിന് ശേഷം എത്ര നടന്മാര്, മലയാള സിനിമയിലുള്ള എത്ര നടന്മാര് പ്രതിരോധത്തിലായി. പിന്നെ ഈ നടിയോടുകൂടി അവർക്ക് ഒരു പിന്തുണയായിട്ട് ആരും നിന്നില്ല. ഈ ദിലീപാണെന്ന് അറിഞ്ഞതിന് ശേഷം അങ്ങനെ പറയത്തക്ക ആരും അങ്ങനെ നിന്നില്ല. രണ്ടുപേരും നമ്മുടെ മക്കളാണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കി. രണ്ടുപേരും നമ്മളെ മക്കളാണ്, അങ്ങനത്തെ രീതിയിൽ അവരുടെ കൂടെ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ അങ്ങനെ നിന്നില്ല. എല്ലാരും അങ്ങനെ നിന്നില്ല. അത് ഇത്രയും ഒരു വലിയൊരു പുള്ളിക്കാരി അനുഭവിച്ച ട്രോമയും കാര്യങ്ങളും ഭയങ്കര രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ആളല്ലേ. അങ്ങനെ ഒരു പിന്തുണയും അങ്ങനെ ഒന്നും നിന്നില്ല. ഇപ്പൊ ദിലീപിന് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ജയിലിൽ പോയി കാണാനും ഇത് മറ്റേ എപ്പോഴും കൂടെ നടക്കാനും. അങ്ങനെ ഇപ്പൊ ടി വിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാവർക്കും മറ്റേ നോർമൽ പോലെ എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കൂടെയും അവർക്കൊരു ധർമ്മജനൊക്കെ കരഞ്ഞു. ധർമ്മജനൊക്കെ ഇങ്ങനെ ദിലീപേട്ടൻ സ്വാതന്ത്ര്യ സമരത്തിന് പോയത്. ദിലീപേട്ടൻ ജയിലില് പായലല്ലേ കിടക്കണം, അതുകൊണ്ട് ഞാനും പായലാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കേൾക്കുമ്പോ കോമഡിയ. പക്ഷെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഉണ്ടല്ലോ ഈ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ, അതിന്റെ ഇത് പോയി. അയ്യോ, അതിന് മുന്നേ മുണ്ട് കൊണ്ടുപോയി. മുണ്ട് മറ്റേ ഓണത്തിന് മുണ്ട് കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മ ഉണ്ട് അതൊക്കെ. അല്ല, അതിനുശേഷം അമ്മ നല്ല എനിക്ക് തോന്നുന്നു ആ സംഘടന എനിക്ക് തോന്നുന്നു നല്ല പിന്നെ AMMA ആയി. അതിനുശേഷം അമ്മ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ മറ്റേ നമ്മളാണ് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഭയങ്കര വലിയ സ്റ്റാർസ്, സൂപ്പർ സ്റ്റാർസ്, ഇവർ മറ്റൊരു ഷോയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇവരുടെ ഒത്തൊരുമ, ഇവരുടെ സംഭവം കോർഡിനേറ്റ് ചെയ്യണതും മിക്കവാറും പുള്ളിയായിരിക്കും, ദിലീപായിരിക്കും കോർഡിനേഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനെയാണ് തേങ്ങയാണ്. ഇതിനുശേഷം പിന്നെ ഈ അമ്മ അസോസിയേഷൻ നമുക്കും ഒരു വിലയില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത്ര ഒരു ഇതില്ല. അല്ല ആ ഒരു നടന്മാരാണ് ഇത്. ഇവരെ അങ്ങനെ വീരാരാധന ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു രീതിയിലൊരു റിയലൈസേഷൻ ഉണ്ടല്ലോ ആ ടൈമില്. ഇപ്പോഴും ഇങ്ങനെ എല്ലാരും കൂട്ടത്തിൽ ഇങ്ങനെ നടക്കണമെങ്കിലും ആ ഒരു ടൈമിൽ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കാണുമ്പോ അങ്ങനെ ഇവരൊരു നടന്മാരാണ്, വീരാരാധന ചെയ്യേണ്ടതും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടേണ്ട അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നു. അവരും വിമർശിക്കപ്പെടണം, നമ്മളെക്കാൾ ഉടായ്പ തോന്നി ആ സമയത്ത്. ഇവരെ പിന്നെ അതിനുശേഷം ഇവരൊക്കെ പിരിച്ചുവിട്ട് പിന്നെ ഓർഗനൈസ് ചെയ്യും. ലാലേട്ടനെയൊക്കെ പിടിച്ച് പ്രസിഡന്റ് ആക്കി, പുള്ളിയെ കളഞ്ഞിട്ട് പോയി. എന്തൊക്കെ ഉണ്ടായി അതിനുശേഷം.
മൊത്തത്തിലൊരു നാണക്കേടായി പോയി. മൊത്തത്തില് ഇത്രയും വലിയൊരു നടനും ഇതില് ഒരു അലിഗേഷൻ ആയിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴേ മൊത്തത്തിലൊരു ഇന്ത്യയില് സത്യം പറഞ്ഞ ബോളിവുഡിന്റെ ഒരു ഭയങ്കര നെഗറ്റീവായി. ഇന്ത്യയിലെ ആദ്യത്തെ റേപ്പ് കൊട്ടേഷൻ കേസല്ലേ, ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു സാധനം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം അല്ലേ. ഒരു റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു റേപ്പിനെക്കാട്ടി വലിയൊരു അതിനേക്കാൾ ഹീനിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അത്. ഈ റേപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാനോട് കൂടി ചെയ്യാന്ന് പറയുന്നത് അതൊരു അതെ പ്ലാൻ ചെയ്ത ആൾക്കാർക്കാണ് ക്രൈമിന്റെ ഇത് ഇന്റൻസിറ്റി കൂടേണ്ടത്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേസ് മലയാളത്തിൽ ഇപ്പം ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും സെൻസിറ്റീവ് ആയതും ഇത്രയും അതെ അറിഞ്ഞതും ഇവിടെ ആയതുകൊണ്ടാണ്. അല്ല ഇപ്പം ഹോളിവുഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വുഡിലോ, ഹോളിവുഡല്ല ബോളിവുഡിലോ ഏതെങ്കിലും വുഡിലോ ഒക്കെ ഇത് നടക്കൂല. ഈ ഒരു സംഭവം ഒന്നും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നടക്കുമായിരിക്കും, പക്ഷെ പുറത്തറിയാൻ സാധ്യതയില്ല. ഇതില് എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവര് പോയി മറ്റേ ലാലിന്റെ വീട്ടിൽ പോയി. ലാല് ആൻഡോ ജോസഫിനെ വിളിച്ചു. ആൻഡോ ജോസഫ് പിന്നെ പി ടി തോമസ്. ഈ പി ടി തോമസ് ആണ്, പുള്ളിയാണ് നിർബന്ധിച്ച്. പി ടി തോമസ് കാരണമാണ് ഈ കേസ് ഇങ്ങനെ എത്തിയെന്നാണ് പറയുന്നത്, പറയപ്പെടുന്നത്. നമ്മള് രാഷ്ട്രീയക്കാരെ ഇങ്ങനെ മറ്റേ അവര് എല്ലാരെയും ഭയങ്കര സിനിമാ നടന്മാർക്കാണല്ലോ വാല്യൂ കൂടുതൽ, എല്ലാരും മറ്റേ രാഷ്ട്രീയക്കാരെയൊക്കെ ഭയങ്കര രീതിയിൽ വിമർശിക്കുമല്ലോ. രാഷ്ട്രീയമൊന്നും കള്ളന്മാരാണ്, മൊത്തത്തില് കള്ളന്മാരാണ്. സിനിമാക്കാരും വിമർശിക്കുമല്ലോ ഇവരൊക്കെ ഇങ്ങനെ. പക്ഷെ ഈ രാഷ്ട്രീയക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വേറൊരു സാധനമാണ്. കാരണം ഇവര് ഒരു റോഡില് എന്തെങ്കിലും ഇവര് പോണെങ്കിൽ റോഡിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ വലിയൊരു നേതാവായാലും അവരെന്താണെന്ന് നോക്കും, അത് നോക്കി അന്വേഷിച്ചിട്ടേ അവര് പോവുള്ളൂ. അങ്ങനെ ഒരു പ്രതിബദ്ധതയൊക്കെ അവർക്കുണ്ട്. അതെ, ആ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഇഷ്യൂ ആയത്. പിന്നെ പോലീസും അത് ഭയങ്കര കിടിലായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം നമ്മളൊരു സാധാരണ മൈൻഡ് സെറ്റിലൊക്കെ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇത്രയും വലിയ പേരുകളൊക്കെയാണ് ഇതിൽ വരുന്നതെങ്കിൽ എന്തെങ്കിലും തേഞ്ഞുമാഞ്ഞ് പോവും എന്നുള്ളൊരു സന്ദർഭത്തിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ഇവര് ഇതിന്റെ പുറകെ തന്നെ പോയി. ഇവര് വിട്ടില്ല. ഇത്രയും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആളല്ലേ. എന്നിട്ട് അപ്പോഴേ പുള്ളിക്ക് വേണമെങ്കിൽ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അതിലും അവര് വിട്ടില്ല. അവര് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കാര്യം തന്നെ അല്ലേ. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നുള്ള ന്യൂസുകളൊക്കെ അങ്ങനെയും വരുന്നുണ്ട്. എന്തൊക്കെയോ ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ സാധനം തന്നെ എന്തൊക്കെയോ. അതല്ല, ഇത് നിരപരാധിയാണ്, കുടുക്കിയതാണ്, അങ്ങനെ ഒരു നരേറ്റീവും ഉണ്ട്. ഫോണൊക്കെ മിസ്സിംഗ് പോയി, അങ്ങനെ സാധനങ്ങളൊക്കെ പോയി. പിന്നെ ഈ ന്യൂസുകാര് മീഡിയക്കാരും ഇങ്ങനെ പിറകെ നടന്നിട്ട് ഒരു പുള്ളിയെ ഈ എനിക്കൊന്ന് വേണു ഊതു എന്നൊക്കെ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാതൃഭൂമിയിലെ കണ്ട ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നപ്പോഴത്തെ ഇതിനെപ്പറ്റി തന്നെ ചോദിച്ച് വേണു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ടർ. അപ്പൊ അങ്ങേരെയൊക്കെ കളിയാക്കി, ഈ ദിലീപ് തന്നെ കളിയാക്കി. പക്ഷെ ഈ ന്യൂസുകാരന്മാരും ഇതിന്റെ പുറകെ അതെ അവരും മറ്റേ അവര് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും നോക്കിയൊന്നുമില്ല, അവര് വിട്ടുകൊടുത്തില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവരെയൊക്കെ ഭയങ്കര രീതിയിൽ അങ്ങ് ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് ആവട്ടെ, മാതൃഭൂമി ന്യൂസ് ആവട്ടെ, ഇതൊക്കെ ഏഷ്യാനെറ്റ്, സ്റ്റാർ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമല്ലോ, മഴവിൽ. പക്ഷെ അവരൊന്നും അങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ അങ്ങ് നല്ല രീതിയിൽ ആ ടൈമില്. ഇപ്പൊ കുറച്ച് അയവ് വന്നെന്ന് തോന്നുന്നു, കാലപ്പഴക്കത്തിന് കാരണം അയവ് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കൈൻഡ് ഓഫ് ബുള്ളിങ് ആയിരുന്നു ഇല്ലേ, അമ്മാതി രീതിയിൽ. ആ ടൈമില് എന്ന് വെച്ചാൽ വൈകിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ചർച്ചയിലാണ് ഇവര് മറ്റേ വിധിയൊക്കെ നടപ്പാക്കുന്നത്. മൊത്തത്തിലൊരു വേറെ രീതിയിൽ പോയി. പിന്നെ ഈ ചർച്ചകൾ കാരണം നരേറ്റീവ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയില് ഈ ഇപ്പൊ വിനയൻ ഇങ്ങനെ മറ്റേ സജി നന്ദിയാട്ട്, ബൈജു കൊട്ടാരക്കര, പിന്നാര് ശാന്തിവിള ദിനേശ്, അതൊക്കെ ഈ ആ ഒരു പുള്ളിയൊക്കെ ഇത്രയും ഇപ്പോഴ് പൊങ്ങി വന്നതും ഇപ്പോഴ് യൂട്യൂബ് ചാനലിലൊക്കെ കയറിയതും ആ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അതില് ഇങ്ങനെ സംസാരിക്കണ ഭയങ്കര ഇത് മറ്റേ പോയിന്റ് വെബ്സൈറ്റില് സംസാരിക്കണ മറ്റേ SP ജോർജ്, പുള്ളി ഇങ്ങനെ കറക്റ്റ് ആയിട്ട്
റിട്ടയർഡ് SP. പുള്ളി കറക്റ്റ് ആയിട്ട് ആ ടൈം ഇപ്പോഴും പുള്ളിക്ക് വേറെ ചാനലും ഉണ്ട്. അതെ അതെ, എല്ലാവർക്കും ഒരു യൂട്യൂബ് കരിയർ തുടങ്ങിയതാണ്. അതെ അതെ, ആ ചാനലും ഉണ്ട്. പക്ഷെ പുള്ളിയായിരുന്നു ആ ടൈമിൽ മറ്റേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോണ്ടിരുന്നു. മറ്റേ പെടും ഇതാണ് മറ്റേതാണ് ഇങ്ങനെ മറ്റേ നാടൻ ഭാഷയിലെ പറയാം, കഷ്ടപ്പെടും. ഈ സജി നന്ദിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതായിരുന്നു, ദിലീപ് അനുകൂലികളായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതില് രാഹുൽ ഈശ്വർ തന്നെ വന്ന അനുകൂലിയായിട്ട്. അത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വരവിലാണ്, ആ ടൈമിൽ ഇല്ലായിരുന്നു. ഫസ്റ്റില് ഇവരായിരുന്നു കളം തെളിയിച്ചത്. പിന്നെയാണ് ഈ ഒരു ബാലചന്ദ്രൻ പുള്ളി വന്നതിന് ശേഷമാണ് രാഹുൽ ഈശ്വർ വന്നത്. രാഹുൽ ഈശ്വർ ദിലീപ് അനുകൂലിയായിട്ട് വന്ന് ഇങ്ങനെ. രാഹുൽ ഈശ്വർ പിന്നെ പറയുമ്പോഴ് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ അനുകൂലിക്കുമ്പോഴേ നമുക്കൊരു അനുകൂലിച്ചാ പോയെന്നുള്ള രീതി അല്ലേ. അതെ, അനുകൂലിക്കുന്നവർക്ക് എന്നെയാണ് അനുകൂലിക്കുന്നത്, എനിക്കൊരു എന്നെ അനുകൂലിക്കുന്നത് പുള്ളി അതറിഞ്ഞൂടാ. പക്ഷെ ഈ ഇവരുടെ ഈ ചർച്ചകളിൽ കൂടെ ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഈ എനിക്ക് തോന്നുന്നു വിനയനൊക്കെ ഈ ആനപ്പക, ഈ ദിലീപിനെ പറ്റി പണ്ട് കേട്ട ഗോസിപ്പുകളൊക്കെ പിന്നെ പിന്നെ യാഥാർത്ഥ്യം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചകളിൽ. അപ്പൊ അതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് ആ ഓരോ ദിവസവും ഇങ്ങനെ ആ ഇമേജ് ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് പോയി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ദിലീപിന്റെ ആ ഒരു ഡൗൺഫോൾ. നമുക്ക് സാധാരണ ഇങ്ങനെ വാർത്തയും ഇതൊക്കെ കാണുന്നവർക്കേ ഭയങ്കര രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടമുള്ള ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴ് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ അത്രയും വെറുപ്പ് തോന്നൂല. ഉണ്ടായിരുന്ന ആളിന്റെ അടുത്ത് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എപ്പോഴും സിനിമ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ കൂടുതൽ വെറുപ്പ് നമുക്ക്. അല്ല, ഈ ഒരു ഇൻസിഡന്റ് മാത്രമല്ല, ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് കാരണം മാത്രമല്ല, ഇതിനെ പോലെ പുള്ളിക്ക് ഇങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. ഐ മീൻ ഈ കേസല്ല, പക്ഷെ ബാക്കിയുള്ളവരോട് ഉള്ള ഒരുപാട് പേരെ ഒതുക്കി, ഒരുപാട് പേര് കണ്ണിങ് ആയിട്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് മറ്റേ ചെക്ക് കേസ്, അങ്ങനത്തെ ചെക്ക് കേസിൽ ഒരു പ്രൊഡ്യൂസറിനെ അകത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴും മൊത്തത്തിലൊരു ഇതായിരുന്നു. മൊത്തത്തില് സത്യം പറഞ്ഞ എല്ലാം മീഡിയയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഒന്നുപോലും വിടാതെ പുള്ളിയുടെ ജീവചരിത്രം മൊത്തം ആ മീഡിയയിൽ ഈ 8 വർഷം അവര് പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഈ മറ്റേ ബാലചന്ദ്രൻ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഈ പുള്ളിക്കാരനാണ് ഇതിന് നിർണായകമായിട്ടുള്ള മൊഴിയൊക്കെ കൊടുത്തതെന്നാണ് കേട്ടിട്ടുള്ളത്. അതെ അതെ, അത് ഭയങ്കര ഒരു അത് കുറച്ചുകൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു മിക്കവാറും അതോടുകൂടി കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ചു. പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര ഒരു ഉപയോഗമായി. കാരണം എന്ന് വെച്ചാൽ ഈ കേസിന് അവർക്ക് പ്രോസിക്യൂട്ടറിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മൊഴിയൊക്കെ മൊത്തത്തില് നല്ലൊരു ഇതായി ഉപയോഗപ്പെട്ട് കാണും അവർക്ക്. കാരണം അല്ലെങ്കിൽ ചിലപ്പം ഇത് അത്ര സ്ട്രോങ് ആവൂലായിരിക്കും ആ ടൈമില്. പിന്നെ ഈ ഒരു ഗൂഢാലോചന ഇല്ലേ, അത് പ്രൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഈ തെളിവൊക്കെ കാരണം നമ്മളിങ്ങനെ ഗൂഢാലോചന ചെയ്തത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പാടല്ലേ, അത് പാടാണ്, തെളിയിക്കാൻ പാടാ. അതിന് ഒരുപാട് സാക്ഷികൾ, അതിന് ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും പിടിച്ചിട്ട് അങ്ങനത്തെ മൊഴി കിട്ടിയാലൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവരെ മോട്ടീവ് എന്തുകൊണ്ടാണ് ദേഷ്യം, അതൊക്കെ തെളിയിക്കണം. ഇവര് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശത്രുത വേണം, അങ്ങനെയൊക്കെ തെളിയിക്കണം. പിന്നെ ഒരുപാട് പേര് കൂറുമാറി. അതെ, സിദ്ദിഖ് കൂറുമാറിയിട്ടുണ്ട്. സിദ്ദിഖ് കൂറുമാറി, ബിന്ദു പണിക്കർ കൂറുമാറി, പിന്നെ ഭാമ കൂറുമാറി. അങ്ങനെയൊക്കെ ഒരുപാട്. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോ ബോബനൊന്നും കൂറുമാറിയില്ല. കുഞ്ചാക്കോ ബോബനും ലാലും മാറിയിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാരും കൂറുമാറി എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ കുറെ ചേഞ്ചസ്. കൂറുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഷ്യം ഉണ്ടല്ലോ, അവര് തമ്മിലുള്ള ദേഷ്യം, നേരത്തെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ അത് മാറി അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8 വർഷക്കാലത്തിൽ നമുക്ക് ഇപ്പൊ മൊത്തത്തിൽ ഓർമ്മയില്ല, പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങൾ ഈ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതിനുശേഷമാണ് ഈ സിനിമയിൽ വന്ന മാറ്റം. ഈ WCC എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്ന് ഫോമായി. അതിന് അത് ഭയങ്കര അപ്രീഷ്യബിൾ സാധനമാണ് WCC എന്ന് പറയുന്നത്. പക്ഷെ അതിന് ആ സമയത്ത് കേട്ട നല്ല രീതിയിൽ ബുള്ളിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അവരെന്തെങ്കിലും ചെറിയൊരു സാധനം ചെയ്താൽ തന്നെ അത് ഭയങ്കര രീതിയിൽ അവരെ ആക്രമിക്കും. പിന്നെ അവര് എല്ലാത്തിനും മറുപടി അവര് പറയണമെന്നായി. ഇവിടെ നടക്കണ എല്ലാത്തിനും സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എല്ലാം മറുപടി പറയണം. WCC എന്ത് ചെയ്തു,
അങ്ങനത്തെ രീതിയിലായി. പിന്നെ സത്യം പറഞ്ഞാൽ അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ അവരെ കൂടെ നിൽക്കാനും. അവർക്കൊരു അവരിനി എന്ത് പ്രതികരിച്ചില്ലെങ്കിലും നടിയുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അല്ലേ? അത് തന്നെയാണ് വലിയൊരു കാര്യം. പിന്നീട് കാരണം അവർക്ക് സത്യം പറഞ്ഞ ഇത് ഭയങ്കര എല്ലാരും ചെയ്യണ കാര്യമല്ല. കാരണം നമ്മുടെ സിനിമയിലെ അവസരങ്ങൾ കുറയും, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിലൊക്കെ നിന്നിരുന്ന മിക്കവരുടെയും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുപേരൊക്കെ മാറി, അവസരങ്ങൾ കുറയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരും അവിടെ നിന്നും കൂറുമാറ്റമൊക്കെ നടന്നിട്ടൊക്കെ ഉണ്ട്. പിന്നീട് അവര് ഈ സിനിമ സെറ്റിൽ ഉണ്ടാക്കിയ ഒരു റിഫോർമേഷൻ ഉണ്ട്. ഈ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മുൻഗണനയും കുറച്ചുകൂടെ ആനുകൂല്യം, ഐ മീൻ ഇപ്പം പണ്ട് ഇല്ലാതിരുന്നു എനിക്കറിയില്ല, പക്ഷെ എന്നാലും അവരെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സെറ്റിലും ഓരോ ഇത് വേണം. അവര് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ റിഫോർമേഷൻസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് പിന്നെ ഇത് വന്നത്, നമ്മുടെ ഹേമ കമ്മീഷൻ വന്ന് അത് കുറച്ചൊക്കെ പുറത്തായപ്പോ മൊത്തത്തിൽ അത് ഈ ഇടയ്ക്കാണ് അത് ഇതായത്. അതിനുശേഷം മറുപടി പറയാനും മൊത്തത്തിൽ ആളില്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം പഴയതുപോലെ ആവും. കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ആണഞ്ഞ് 10 ദിവസം കാണും, ആണഞ്ഞ് എല്ലാരും മറക്കുമ്പോ പിന്നെ വേറെ പഴയ പോലെ വേറെ ഒന്നുമില്ല. പക്ഷെ ഈ ഹേമ കമ്മീഷൻ വന്നപ്പോ കുറെ പേർക്ക് കുറെ പേര് പേരും പോയി, നാളും പോയി, എല്ലാം പോയി സംഭവം. അത് ഹേമ കമ്മീഷന്റെ സംഭവം അതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അതും ഭയങ്കര ഒരു നമ്മുടെ എന്താ അന്ന് ഹോളിവുഡിൽ ഐ മീൻ പാൻ ഇന്ത്യ ആയിരുന്നു, ചർച്ചാ വിഷയമായിരുന്നു ഈ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവം. പറഞ്ഞ തമിഴ്നാട്ടിൽ അവര് വേണോന്നൊക്കെ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇങ്ങനെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് സത്യം പറഞ്ഞ് ഇത് കേട്ടിട്ട് പോലും ഇല്ല. തമിഴ്നാട്ടിൽ തെലുങ്കില് ഇതിലൊന്നും സത്യം പറഞ്ഞ് ഇപ്പം അവിടെ ഉള്ളവർ വിചാരിക്കും കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നമാണല്ലോ, എന്ത് ചെയ്യും. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നില്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്തോണ്ടല്ല, കേരളത്തില് കേരളത്തിന്റെ ഒരു ഇതും പോലീസിന്റെ ഇതും സിസ്റ്റത്തിന്റെ ഒരു ഇതാണ്, സിസ്റ്റത്തിന്റെ ഒരു ഗുണമാണ്. അതിപ്പോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് വിചാരിച്ച് കേരളത്തിലാണ് ക്രൈം കൂടുതലെന്നല്ല, ഇവിടെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പരാതിക്കാരനുണ്ട്, അതൊരു വലിയ രജിസ്റ്റർ ചെയ്യാതെ എന്തെല്ലാം നടക്കുന്നുണ്ട്, പരാതിക്കാരെ ഇല്ല. അതാണ്. അപ്പൊ അത് അവിടെയൊക്കെ ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. അവർക്കും ഇങ്ങനത്തെ സാധനങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു കുറെ ഈ ഫീമെയിൽ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് അവർക്കൊക്കെയാണ് കുറച്ചുകൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അവിടെയും ചേഞ്ചസ് വേണം, അവിടെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വേണം എന്നുള്ളത്. അത് വല്ലാണ്ടങ്ങ് മാറ്റിക്കളഞ്ഞു ഈ ഹേമ കമ്മീഷനും WCC അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നീട് അതിനുശേഷം വന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ കോമഡി, മലയാള സിനിമയുടെ കണ്ടന്റ് ഒക്കെ നന്നായിട്ട് മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ ആ ഒരു വിഷയത്തിന് ശേഷം മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലും നമുക്ക് ഭയങ്കര അപ്രിസിയേഷൻ ഭയങ്കര കൂടുതലല്ലേ ബാക്കിയുള്ള എല്ലാ ഇവിടെ. മൊത്തത്തിൽ കണ്ടന്റ് ഓറിയന്റ് കൂടി. മൊത്തത്തില് ഈ ആക്ടർ മാത്രമല്ലാത്ത കണ്ടന്റ് ഡ്രിവൺ ആയിട്ട് കുറെ പ്രോജക്റ്റുകളും കുറെ സാധനങ്ങളും മലയാളത്തില് ഒരുപാട് വന്നു. സീരിയസ് ആയിട്ടുള്ള മറ്റേ എനിക്ക് തോന്നുന്നു ദിലീപിന്റെ കുറെ പടങ്ങൾ കൊമേഴ്ഷ്യലി നമുക്ക് എല്ലാവർക്കും പോയി കാണാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാം. അങ്ങനെ പിന്നീടായപ്പോഴേ പുള്ളി അതില് ഒരു ഫുള്ള് വളുപ്പായി. മൊത്തത്തില് ഒരു ആ ഒരു ഇതങ്ങ് മര്യാദരാമൻ, പിന്നെ ഇത് നാടോടി മന്നൻ, അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ പടങ്ങളും ഈ മായാമോഹിനി, അങ്ങനെ കുറെ പടങ്ങൾ. അത് മായാമോഹിനിയൊക്കെ ഹിറ്റാണ്. പക്ഷെ അതൊക്കെ പുള്ളിയുടെ സ്റ്റാർഡം കൊണ്ട് മാത്രം അങ്ങ് കയറിപ്പോണ. പിന്നെ വില്ലാളി വീരൻ അല്ലേ, അല്ല അവസാന ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ കോമഡി കുറച്ച് വളുപ്പായി തുടങ്ങി. അത് ആര് ഇറങ്ങിയോണോ അതും അഡ്രസ് ചെയ്യേണ്ട സാധനമാണ് അല്ലേ. ഈ വെളുപ്പടി കൂടിയാണ് ആൾക്കാർ വെറുത്ത്. അല്ല പിന്നീട് എനിക്ക് കുറച്ചു നേരത്തേക്ക് കോമഡി സാധനങ്ങളൊക്കെ ഒന്ന് അണഞ്ഞു കിടന്നാണ്. അല്ല എനിക്ക് ഓർമ്മയുണ്ട് ഈ വില്ലാളി വീരൻ, ശൃംഗാരവേലനൊക്കെ ആ ഒരു ടൈം സോണൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പുള്ളി ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ ടി വിയിലൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ മാറ്റുമോ, എനിക്ക് എന്തിനു വെളുപ്പത് കാണാനും വയ്യ. മറ്റേ മായാമോഹിനി എന്തരടെ കാണാൻ തോന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് മാറി തുടങ്ങി.
നമ്മുടെ ഒരു ഇത് മാറി. പിന്നീടാണ് ഈ ഒരു സംഭവം കൂടെ വന്നത്. അപ്പൊ കുറച്ചുകൂടെ ഹേറ്റ് കൂടി. അത് കഴിഞ്ഞിട്ടും ഇങ്ങനത്തെ പടങ്ങൾ തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പവി, കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കണ്ട്. കേശു, പവി ഞാൻ കണ്ടില്ല. പിന്നെ കുറച്ച് അതില് കമാര സംഭവം മാത്രമേ എനിക്ക് പറയത്തൊക്കെ ആയിട്ട് കൊള്ളാന്ന് തോന്നി. പിന്നെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ പോവല്ലേ, ഭയം ഭക്തി ബഹുമാനം, അതാണ് ഉദ്ദേശം. അപ്പൊ അതിറങ്ങാൻ പോകണം. അപ്പൊ ആ സിനിമയെ ഈ വിധി ബാധിക്കുമോ? ആ സിനിമ ട്രെയിലർ ഇവര് വിധി വരുന്ന ദിവസം തന്നെ ഇടുമെന്നാണ് പറഞ്ഞതല്ലേ. കോൺഫിഡൻസ് ആണ് അത്. അതിന്റെ അകത്ത് നമ്മുടെ ലാലേട്ടനും കൂടെ ഉണ്ട്. അത് കൺഫേം ആക്കി. ലാലേട്ടനും കൂടെ ഉണ്ട്. അത് എമ്പുരാന്റെ കമ്മിറ്റ്മെന്റ് വല്ലതായിരിക്കും. എമ്പുരാന്റെ കമ്മിറ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് അത്ര എൻജോയ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ക്യൂരിയോസിറ്റി വരും. ഈ ലാലേട്ടൻ എന്തായിട്ടാണ് മാറുന്നത് അതിന്റെ ഒരു ഇത് വരും. എന്തായാലും അതിന്റെ ഒരു ചേഞ്ച് അതിൽ വരും. ആ ഒരു സിനിമയുടെ ഒരു സിനിമയിൽ മൊത്തത്തിലൊരു ഇപ്പം അതൊരു നല്ല സിനിമയാണെന്ന് വെച്ചോ, മൊത്തത്തിലൊരു ലാലേട്ടനും കൂടെ വരുമ്പോ അതിന് ഇമേജും മാറി, മൊത്തത്തിലൊരു ഒരു പുള്ളിയുടെ ഓഡിയൻസ് എന്തായാലും കേറും. മൊത്തത്തിലൊരു സിനിമയ്ക്ക് നല്ലതാണ്. പിന്നെ ഒരു വൈറ്റ് വാഷും നല്ലതായിരിക്കും. വൈറ്റ് വാഷിങ്ങിനും നല്ലതായിരിക്കും. പക്ഷെ അത് അവര് 8-ാം തീയതി തന്നെ ട്രെയിലർ റിലീസും ചെയ്യും എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിധി ഇതിനെ ബാധിക്കും. എന്താണ് വിധി എന്നാണെങ്കിലും അതിനെ ബാധിക്കും. ഇതിപ്പം പുള്ളി ഇതിൽ വെറുതെ വിടുവാണെങ്കിൽ പുള്ളിക്ക് ഇതൊരു ദിലീപ് വേർഷൻ 2 ആണ് ഇനി കാണാൻ പോകുന്നത്. ദിലീപ് വേർഷൻ 2. അതിന്റെ ഇടയിലും കൂടെ ഈ സിനിമയും നല്ലതാണ്. അതും കൂടെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു പുഷ് കിട്ടും. പിന്നെ ഇവരും കൂടെ ഈ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിലൊരു അമ്മയും മൊത്തത്തിൽ അസോസിയേഷനും കാര്യങ്ങളും ആ ഒരു പുഷ് ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ഒത്തങ്ങ് ഒരു പുഷ് കൊടുക്കും, ഒരു തള്ളങ്ങ് കൊടുക്കും. മറ്റേ മകൻ സ്നേഹമൊക്കെ അങ്ങ് വാരി അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു കുറ്റവിമുക്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അതില്ല. അപ്പൊ അതൊരു വൻ സംഭവമാണ്. ഈ 8-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നീട് അതിനുശേഷം പുള്ളിയുടെ കരിയറിന്റെ എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, പുള്ളി ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ? ഐ മീൻ ഓൾ ഇൻ ഓൾ ആയിരുന്നല്ലോ പണ്ടത്തെ, അതേപോലെ ഓൾ ഇൻ ഓൾ ആവും. ഇത് കേസിന്നൊക്കെ മാറി വരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇതോട്ട് ഇറങ്ങാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. പക്ഷേ പുള്ളിയുടെ സിനിമകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സ്പേസ് ഉണ്ട്. ഈ ശൃംഗാരവേലനല്ല, അതിന് മുന്നേ നമ്മുടെ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിപ്പോഴും ഫിൽഡ് അല്ല, അതിപ്പോഴും എം ടി ആണ്. പക്ഷെ പുള്ളിയുടെ മാത്രം കഴിവല്ലായിരുന്നു, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന കോ ആക്ടേഴ്സും അവരുടെയൊക്കെ കഴിവാണ്. അതെ. ഇപ്പോഴും കുറച്ചുകൂടെ അത് ചെയ്യുന്നത് ഷറഫുദ്ദീനാണ്. കുറച്ചുകൂടെ പുള്ളിയുടെ സിനിമകളിലാണ് ആ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോഴും ആ ഒരു കോമഡി ഇത്തിരിയെങ്കിലും കാണിക്കുന്ന ഒരു സ്ലാബ് സ്റ്റിക്ക് പോലെയൊക്കെ കാണിക്കുന്ന പുള്ളിയാണ് കുറച്ചുകൂടെ. അപ്പൊ ആ ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് പഴയതുപോലെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സാധ്യത കുറവാണ്. ഈ 8 വർഷം അത്രയും വർഷത്തെ ഇതുവരെ അല്ലേ, വയസ്സുമായി പ്രായമായി. കൂടുതൽ പുള്ളിയുടെ മുഖത്തും ഉണ്ട് ആ ഒരു സ്ട്രെസ്സിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അത് പവിയിലൊക്കെ മുഖം കാണുമ്പോഴേ അറിയാം. പിന്നെ പുതിയ ഏതോ ഒരു പടം ഇറങ്ങിയാലും മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി, അതിലേക്ക് മുഖം കാണുമ്പോഴും നല്ല പ്രായം നല്ല രീതി തോന്നിക്കണം. പഴയ ഒരു ചാംനെസ് ഒക്കെ കുറഞ്ഞ് സിദ്ദിഖിന്റെ അതേ പ്രായം തോന്നിക്കുക. അതില് സിദ്ദിഖ് അച്ഛനായിരുന്നു, അതേ പ്രായം തോന്നിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ 8 വർഷം കഴിഞ്ഞാൽ ഈ ഒരു വിധി വരുമ്പോഴത്തേക്കും ഇപ്പൊ പുള്ളിക്ക് അനുകൂലമാണെങ്കിൽ എന്തായാലും ഈ ഒരു വിഴുപ്പലക്കൻ നല്ല PR വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ആള് തന്നെയാണ്. അതെ, സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ വാട്ട് ഇഫ് എന്നുള്ള സീരീസുകൾ കുറെ ഇറങ്ങാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അതും ഒരു ഇതുണ്ടാവും, അതും ഒരു ചേഞ്ച് ഉണ്ടാവും. ഇപ്പൊ ഒരു സാധാരണക്കാരൻ നിരപരാധി ആവുമ്പോ പോലുള്ള ഒരു റിസപ്ഷൻ ആയിരിക്കില്ല. പുള്ളി നിരപരാധി ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടും. പിന്നെ മൊത്തത്തില് അവര് സാധാരണക്കാര് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ വേറെ രീതിയിലും ചിന്തിക്കും. ഓ, ഇതെങ്ങനെയാണല്ലോ, ഇങ്ങനെ കുടുക്കിയതാണല്ലോ, അങ്ങനെയും ചിന്തിക്കും. എന്നുവെച്ചാൽ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരുന്ന് കുറച്ചാൾ കഴിയുമ്പോൾ
മാറും അത്. അതിപ്പോ കൂടുതൽ ചർച്ച ചെയ്തത് എവരാണ്, ഈ ന്യൂസുകാരാണ്. എവരിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ലൈവിലാക്കി നിന്നത്. ഈ എന്തൊരു അയ്യോ റോഷി ധനപാൽ എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ റിപ്പോർട്ടറിൽ ആരോ കണ്ടുണ്ട്, റോഷി അങ്ങനെ. അങ്ങേര് കണ്ട എവിടെ നിന്ന് കണ്ടാലും മനസ്സിലാവും അങ്ങേരാണെന്ന് അറിയാം. പക്ഷെ ഇങ്ങേര് മറ്റേ എന്തൊരു ഒരു മറ്റേ എന്തിനാണ്ട് അതിന് സ്റ്റിങ് ഓപ്പറേഷൻ പോലെ മറ്റേ സുനിയില്ലേ, മറ്റേ അങ്ങനെ പേര് സുനി, പൾസർ സുനിയാണ്. പൾസർ സുനിയുടെ അടുത്ത് ഇങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഇങ്ങേര് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട്, ഇങ്ങേര് തന്നെയാണ് ഈ ദിലീപിന്റെ ഇങ്ങേര് തന്നെയാണ് എപ്പോഴും മുന്നോട്ട് ഇങ്ങനെ. പക്ഷേ പൾസർ സുനിക്ക് ആളിനെ അറിഞ്ഞൂടാ, ആളിനെ അറിയാതെ പുള്ളിയുടെ മറ്റേ രഹസ്യങ്ങൾ ഇങ്ങനെ പറയണ പോലെ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പോലെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കും. അങ്ങനെ അറിയാം എല്ലാവർക്കും, എനിക്ക് തന്നെ അറിയാം, പിന്നെ അങ്ങനെ അറിഞ്ഞൂടാത്തത്. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അറിയാം. എന്തായാലും ആ ഒരു ഇതോടുകൂടി എല്ലാത്തിന്റെയും ചാപ്റ്റർ ക്ലോസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ദുൽഖറിന്റെ സിനിമയില്ലേ ഇപ്പൊ ഇറങ്ങി കാന്ത, അത് ആ സിനിമയുടെ ആ നടനുണ്ടല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പുള്ളി, ആദ്യത്തെ സൂപ്പർ സ്റ്റാർ അഭിനയിച്ച സിനിമയില. അത് പുള്ളിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പത്രം പുള്ളിക്കെതിരായിട്ട് എഴുതി അങ്ങനെ പുള്ളി കൊട്ടേഷൻ കൊടുത്ത് പുള്ളിയെ കൊല്ലും, ആ പത്രക്കാരെ കൊല്ലും. അങ്ങനെ അകത്തായി മൊത്തത്തില് ഇടിയാണ് യഥാർത്ഥ കഥ, മൊത്തത്തിൽ ഇടിഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇച്ചിരി കലിപ്പായി പോയല്ലോ. നീ സിനിമയുടെ കഥയാണോ പറഞ്ഞത്? സിനിമയുടെ കഥയല്ല, യഥാർത്ഥം ഇങ്ങനെ നടന്നല്ലേ യഥാർത്ഥ സംഭവം. ഇച്ചിരി കടുത്ത സാധനം. ഈ ഇടയ്ക്ക് മറ്റേ തെലുങ്കിൽ എവിടെയും കണ്ട ഒരു ആക്ടർ മറ്റേ ഫാനിന് ബോസ് അല്ല, എന്ത് അങ്ങനെ പേരെനിക്ക് അറിഞ്ഞൂടോ. അങ്ങനെ വൈഫിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വൈഫിന്റെ ആരുടെ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ മോശം കമന്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇടിച്ചു. സൂപ്പർ സ്റ്റാർ ആണ്, കന്നഡയിലെ സൂപ്പർ സ്റ്റാർ. അങ്ങനെ പിടിച്ചു പോലീസ്, അങ്ങനെ അകത്താണ്. സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇവർക്ക് ഭയങ്കര ഹൈറ്റിൽ എത്തുമ്പോ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടും. ഒന്നും എന്നെ ആർക്കും തൊടാൻ പറ്റൂല എന്നുള്ള ഒരു കോൺഫിഡൻസ് കൂടും. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോഴ് ആ ഒരു ദുൽഖറിന്റെ ആ സിനിമയുടെ ഇതും അങ്ങനെയാണ്. അവസാനം പുള്ളി ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട് അങ്ങനത്തെ രീതിയിൽ സിനിമയുടെ കഥ അല്ല, സിനിമയിലെ ഫിക്ഷനിലാണ്. യഥാർത്ഥത്തില് സിനിമയിൽ എന്തൊക്കെ ആവുന്നുണ്ട്, അല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇനിയിപ്പോ നമ്മളാരും തല്ലിക്കൊല്ലുന്നാണോ? അപ്പൊ ഗൈസ്, നമ്മൾ നാളെ ഇല്ലെങ്കിൽ നമ്മുടെ സിനിമ കരിയർ പണയം വെച്ചാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ നാളെ ഇല്ലെങ്കിൽ ഇതെല്ലാരും കാണണം പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്തായാലും നമ്മുടെ വിധി വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഡിസ്കഷൻ നടത്തിയിരുന്നു. നമുക്കിപ്പം ഇപ്പോഴും എന്താണ് വിധി വരാൻ പോണതെന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു കുറെ നാള് നമ്മുടെ ഒരു സമയത്തുണ്ടായ ഒരു ഇവന്റ് ആണ് നമ്മുടെ ഭയങ്കര എൻഡ് ചെയ്യാൻ പോകുന്നത്. അല്ല, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇങ്ങനെയാണ്. ചിലപ്പോ അത് തെറ്റായിരിക്കാം, ചിലപ്പം വിധി വരുമ്പം ചിലപ്പം വേറൊരു രീതിയിലായിരിക്കാം. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത് നമുക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയ കാര്യം നമ്മളെ ഇന്റലിജൻസിന് ഇങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ കുറെ നാൾ ഇതൊരു സംഭവമായിരുന്നു, ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇതായിരിക്കുമോ അതായിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ TV തുറന്നാലും ഇത്, പത്രത്തിൽ നോക്കിയാലും ഇത്, വീട്ടിലാണെങ്കിലും ഇത്. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ചുള്ള നമ്മുടെ നെഗറ്റീവാണ്. അല്ലാതെ നമുക്കിപ്പം പ്രത്യേകിച്ച് ഇയാള് നിരപരാധിയാണ്, ഇയാള് കുറ്റക്കാരനാണ് എന്നൊന്നും അറിയത്തില്ല. അത് കോടതി വിധിക്കട്ടെ. നമ്മൾ സാധാരണ ഒരു ലേമാൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. എന്ന് വെച്ചാൽ നമ്മള് ഒരു ഫിൽറ്റർ ഇല്ലാതെ തന്നെ സംസാരിച്ചത്. ഇത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ തെളിവുണ്ട്, എന്തൊക്കെ ഇതുണ്ടെന്നൊക്കെ 8-ാം തീയതിയൊക്കെ അറിയാക്കുള്ളൂ. ഇത് എങ്ങനെ വരും, കേസ് വരും. നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ സേഫ് ആയിട്ടൊക്കെ ചിലപ്പോ അന്ന് എടുത്താലും മതിയായിരുന്നു ഈ പോഡ്കാസ്റ്റ്. പക്ഷെ അപ്പോഴ് അതിനൊരു ട്വിസ്റ്റ് വരും. കാരണം നമ്മുടെ നെഗറ്റീവ് ഇപ്പൊ നമ്മൾ പറയണത് തന്നെ ചിലപ്പോ ജെന്യൂൻ ആയിട്ട് ഇപ്പൊ തോന്നിയ കാര്യം നമുക്ക് അന്ന് പറയാൻ പറ്റൂല. അത് ശരിയാ. നമുക്ക് ഇപ്പൊ ഇത്രയും 8 വർഷത്തെ നമ്മുടെ ഒരു
കാഴ്ചപ്പാട് പറഞ്ഞു. അതെ ഇനി അതിനുശേഷം ഉണ്ടാകുന്ന 8-ാം തീയതിയിലത്തേക്ക് എന്തായാലും മാറും, നമ്മുടെ ഒരു മൈൻഡ് സെറ്റേ മാറും. അപ്പൊ അത് അറിയാം. ഇപ്പൊ എന്തായാലും 8-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കൂടെ അതിനെപ്പറ്റി സംസാരിക്കാം. എന്താ അതിന്റെ ഒരു ഡീറ്റെയിൽസും അതിന്റെ എങ്ങനെ വന്നു അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒരു പോഡ്കാസ്റ്റ്, ഒരു കൺക്ലൂഷൻ കൊടുക്കാം ഈ ഒരു ടോപ്പിക്കിന്. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മള് ഈ ഒരു നടിയെ ആക്രമിച്ച കേസിനെ പറ്റിയിട്ട് നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്നാലും ആക്രമിക്കപ്പെട്ട നടിക്ക് ഒരു പിന്തുണ കൊടുക്കാതെ ഓൾഡ് സ്കൂൾ ബോയ്സ് ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതില് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് വിയോജിപ്പോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ അഫക്ട് ചെയ്ത് അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലേ. ഓരോരുത്തർക്കും ഒരു ചിലപ്പോൾ ഭയങ്കര കട്ട ദിലീപ് ഫാൻസ് ഒക്കെ ഈ ഒരു ഇൻസിഡന്റ് കാരണം നിങ്ങളുണ്ടായ സഫറിങ് അതൊക്കെ പറയുക. അപ്പൊ 8-ാം തീയതി എന്ത് വിധിയാണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളത് അതാണ് ശരി. അതെ അതെ, എന്ത് വിധിയായാലും നമ്മൾ അംഗീകരിക്കുക. കാരണം അത് അത് കോടതി വിധിയാണ്. അവരെന്തായാലും കുറച്ച് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ചുമ്മാ ഒരു ഇതൊന്നും ചെയ്യത്തൊന്നും. അല്ലാതെ അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിക്കൊന്നും ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നുന്നു. പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും എന്തായാലും വിധി എന്തായാലും ഉണ്ടാകുന്നത്. സോ വി ഹാവ് ടു റെസ്പെക്ട് വിധി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും വേറൊരു എപ്പിസോഡിൽ വേറൊരു ചർച്ചയുമായി ഇനിയും